Hello friends, now we will unbox our BOB Hpcl Energy credit card. Now we actually card blue data. We 7 days blue data service blue data. Now we request normally DTDC local mindset delivery credit card normally contact ship blue data request normally preferred courier blue data price cheap courier service. Actually, we apply correct almost 7 days. But ship message blue data message delivery package address details green color Energy credit card color green. Packaging is sealed packaging. Plastic coating in the mold. Unboxing. Channel subscribe and bell icon press the notification. Instagram and Facebook link in the description. Channel Amazon. Check out the comment. Fuel credit card. Fuel benefit credit card. Fuel credit card type credit card. This is Bank of Baroda, Hindustan Petroleum tie up with co-brand credit card. This is actually free card. Plus GST join fees annual fee. Join fees first statement free card. Free card fuel card SBI already unboxed 𝗵𝗁𝗏𝗏 card variant. That's free card. HDFC ICC fuel credit card limited. Benefit 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 expect premium card. Premium card premium fees benefit cashback disappointed. Packaging is sealed. Cover അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സീൽഡ് പാക്കേജ് ഉണ്ട്. ഈ പാക്കേജ് ടാമ്പേർഡ് ആണെങ്കിൽ ഇവർ തിരിച്ചയക്കാൻ തുറക്കരുത് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു പ്രൊട്ടക്ഷന് വേണ്ടി എടുക്കാൻ ഒരു കവറാണ്. ബാങ്ക് ഓഫ് ബറോഡ തന്നെയാണ് കവറിങ് വരുന്നത്. എന്താ വെച്ചാൽ ഇത് ടാമ്പേർഡ് ആയതിനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ടാമ്പേർഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തെന്ന് ഓൾറെഡി അതിൻ്റെ മുകളിൽ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മറിച്ചാൽ ഇങ്ങനെ ഇതാണ് ഒരു പാക്കേജിങ് വരുന്നത്. ഞാൻ കവർ ചെയ്യട്ടെ. ഇതാ ഞാൻ കാർഡ് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ BOB Hpcl Energia credit card. അപ്പോൾ ഇത് ഒരു പച്ച കളറാണ് ഫുള്ള് വരുന്നത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. പ്രത്യേകിച്ച് വേറെ സംഭവമൊന്നുമില്ല. ലെറ്റ്സ് ഗോ ഫുൾ ടാങ്ക് ഓൺ ഹാപ്പിനെസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഫ്യൂൽ ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ ഇത് നമുക്ക് നീറ്റായിട്ട് കട്ട് ചെയ്യാം. അലമ്പാക്കാണ്ട് കട്ട് ചെയ്യാൻ നോക്കാം നമുക്ക്. എന്ന് വെച്ചാൽ ഇവരുടെ ഈ പ്രത്യേകിച്ച് ക്രെഡിറ്റ് കാർഡുകളുടെയൊക്കെ ഈ എന്താ പറയുക ഗമ്മ് വരുന്ന സൈഡ് ഫുള്ളായിട്ട് ഗമ്മ് വെച്ചിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ കോൺഫിഡൻഷ്യൽ ഫൈനാൻഷ്യൽ ഡാറ്റയാണല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാമേജ് ഇല്ലാണ്ട് എടുക്കുകയെന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് പാടാണ്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കാർഡ് ഞാൻ എടുക്കാൻ നോക്കിയിട്ട് അലമ്പാക്കി കിട്ടി. നോർമലി നമ്മൾ ഇതിൻ്റെ കവറൊന്നും കളയാറില്ല. ഇതിൽ നമുക്ക് അതിൻ്റെ ബുക്ക്ലെറ്റ്സും മാനുവൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് വാങ്ങിക്കുമ്പോൾ പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ലെറ്ററിലുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഇത് കളയാണ്ടിരിക്കാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ പ്രത്യേകിച്ച് കവറിങ്ങൊക്കെ നിങ്ങൾക്ക് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരു ചിലപ്പോൾ ആവശ്യം വരാം. നിങ്ങൾ കേട്ടിട്ടില്ലേ നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ബോക്സ് കളറുന്നൊക്കെ പറഞ്ഞിട്ട് നല്ലതാണ്. അത് പ്രത്യേകിച്ച് ഇതിൻ്റെ ലെറ്റർ കൂടെ വരുന്ന ലെറ്റർ കളയാണ്ടിരിക്കുകയാണെങ്കിൽ നല്ലതാണ്. നമുക്ക് ഇതിൽ എന്തൊക്കെ ഉണ്ട് നോക്കി നോക്കാം. അത്ര പാക്കേജിൻ്റെ ഉള്ളുണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ എന്തൊക്കെയോ കുറേ സംഭവങ്ങളുണ്ട് ഇതിൽ നമുക്കൊരു ഇതെന്താ ഡിയർ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ലെറ്റർ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഫീച്ചേഴ്സ് എഴുതിയൊരു ലെറ്റർ ഉണ്ട്. ഞാൻ അപ്പോൾ എന്തായാലും കാണിച്ചു തരാം. ഇങ്ങനെ ഒരു ലെറ്റർ ഉണ്ട് കണ്ടോ. ചട്ടയിൽ നേരെ പിടിക്കാം. നമുക്ക് വേണമെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കാം കേട്ടോ.
എന്നുവെച്ചാൽ എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ അത് ഫോക്കസ് കിട്ടും. അതുകൊണ്ട് ഞാൻ കവർ ചെയ്യുന്നത് തന്നെ. ഞാൻ അതിൽ ഡീറ്റെയിൽസ് ഒന്ന് ഞാൻ വായിച്ച് കാണിച്ചു തരാം. വെൽക്കം ടു ദ ബാങ്ക് ഓഫ് ബറോഡ ക്രെഡിറ്റ് കാർഡ് ഫാമിലി ആൻഡ് താങ്ക് യു ഫോർ ചൂസിങ് ദ HPCL ബാങ്ക് ഓഫ് ബറോഡ എനർജിയ ക്രെഡിറ്റ് കാർഡ്. അതുപോലെ തന്നെ യുവർ കാർഡ് ഹാസ് ബീൻ ഡിസൈൻ സ്പെഷ്യലി ടു മേക്ക് ഫ്യൂൽ പർച്ചേസസ് ഫോർ യുവർ റോഡ് ട്രിപ്പ്, ടു ബി വിത്ത് യുവർ ഫ്രണ്ട്സ് ഓർ ഫാമിലി ഓർ യുവർ സോളോ ബാക്ക് ട്രിപ്പ്, അല്ലെങ്കിൽ ഓർ ജസ്റ്റ് യുവർ ഡെയിലി കമ്മ്യൂട്ട് മോർ റിവാർഡിംഗ് ടോട്ടൽ ക്യാഷ്ലെസ് ആൻഡ് വിത്തിൻ 50 days ഓഫ് ഇൻട്രസ്റ്റ് ഫ്രീ പീരീഡ് ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ എൻ്റെ ഫീച്ചേഴ്സ് ഒരു കൊടുത്തിട്ടുണ്ട്. 2000 ബോണസ് റിവാർഡ് പോയിന്റ് ഉണ്ട്. നമുക്ക് 60 ദിവസത്തിൽ നമ്മൾ 5000 രൂപയ്ക്ക് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബോണസ് പോയിന്റ് 2000 കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ഫ്യൂൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് 5% സേവിങ്സ് ആണ് അവർ പറയുന്നത്. അതായത് 24 റിവാർഡ് പോയിന്റ്സ് ആണ് നമുക്ക് പെർ 150 രൂപയുടെ നമ്മൾ HPCL പെട്രോൾ പമ്പ് 150 രൂപ വെച്ച് അടിക്കുമ്പോഴുള്ള ബെനിഫിറ്റാണ് അവർ പറയുന്നത്. പ്ലസ് 1% ഫ്യൂൽ സർചാർജ് വേവ് ഓഫ് കിട്ടുക. നമുക്ക് എല്ലാ ക്രെഡിറ്റ് കാർഡിലും കിട്ടും. സ്പെഷ്യലി എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ റിവാർഡ്സ് ഓൺ എവരിഡേ ഷോപ്പിംഗ് എന്ന് പറയുന്നത് 10 റിവാർഡ് പോയിന്റ് ആണ് 150 രൂപ വെച്ചിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ. പിന്നെ അത് യൂട്ടിലിറ്റിയിലും അതുപോലെ തന്നെ ഗ്രോസറി ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിലാണ്. ബാക്കി എല്ലാത്തിലും നമുക്ക് 2 റിവാർഡ് പോയിന്റ് ഉള്ളൂ കേട്ടോ 150 വെച്ചിട്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ ബാക്കിയുള്ള കാര്യത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഒരു ആവശ്യമില്ലാത്തൊരു ഒരു ബെനിഫിറ്റ് ഇല്ലാത്ത കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും ഫ്യൂൽ പർച്ചേസിന് ഒരു ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പക്ഷേ ഇതിൽ കുറേ കംപ്ലയിൻറ്റ് ഞാൻ കേട്ടു. കുറേ പേര് നമ്മൾ ഇതിൻ്റെ യൂസേഴ്സ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഫ്യൂൽ സർചാർജ് വേവ് ഓഫ് നമുക്ക് HPCൻ്റെ കാർഡിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല എന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്ന് വെച്ചാൽ നമുക്ക് HP Pay എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അത് കൂടെ നമുക്ക് വേണമെങ്കിൽ പെട്രോൾ ചെയ്യാൻ പറ്റും. അതിൽ ആഡ് ചെയ്തിട്ട് ആ ആപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ കേട്ടോ. പിന്നെ കോംപ്ലിമെൻ്ററി എയർപോർട്ട് ലോഞ്ച് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. 4 എയർപോർട്ട് ലോഞ്ച് നമുക്ക് പെർ ക്വാർട്ടറിൽ നമുക്ക് ഓരോന്നെണ്ണം വെച്ച് കിട്ടുന്നുണ്ട്. അതായത് 3 മാസത്തിൽ ഒരെണ്ണം, അങ്ങനെ ഒരു കൊല്ലത്തിൽ ഓരോ 3 മാസത്തിൽ ഒരെണ്ണം വെച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. ഡൊമസ്റ്റിക്കാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് 1% ഫ്യൂൽ സർചാർജ് വേവ് ഓഫ് വരുന്നുണ്ട്. ഇതിൽ പക്ഷേ ആക്ച്വലി ഇവർ എഴുതിയിട്ടുണ്ട് ഓൺ ഓൾ HPCL ഫ്യൂൽ ട്രാൻസാക്ഷൻ ഇൻക്ലൂഡിങ് ഫ്യൂൽ പർച്ചേസസ് മെയ്ഡ് ഓൺ HP Pay ആപ്പ് എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നണ നമ്മുടെ കംപ്ലൈൻറ്റ് ഒരാൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ പേര് ഞാൻ എന്തായാലും നമ്മുടെ കമൻറ്റ് സെക്ഷനിലേക്ക് കഴിഞ്ഞിട്ട് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ലിങ്കിങ് ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ ഒരു കസ്റ്റമർ കെയറിനെ സപ്പോർട്ട് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായിരിക്കും. എന്ന് വെച്ചാൽ ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട് HPCL പേ ചെയ്യുമ്പോഴും നമുക്ക് 1% ഫുൾ ചാർജ് വേവ് ഓഫ് കിട്ടുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ Paytm മൂവീസിൽ നമുക്ക് 25% വരെ ക്യാഷ് ബാക്ക് ഉണ്ട് കേട്ടോ. ക്യാഷ് ബാക്ക് അല്ല, ഡിസ്കൗണ്ട് ഉണ്ട്. അതും 2 ടിക്കറ്റ് എടുക്കുമ്പോൾ കേട്ടോ. പിന്നെ നമുക്ക് ഗെറ്റ് യുവർ ആനുവൽ ഫീ വേവ്ഡ് ഓഫ് എവരി ഇയർ ഓൺ സ്പെൻഡിങ് 50,000 നമുക്ക് ആനുവലി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക നമ്മുടെ വേവ് ഓഫ് ആയി കിട്ടും നമ്മുടെ ആനുവൽ ഫീസ്. പിന്നെ ജോയിനിങ് ബെനിഫിറ്റ് ഓഫ് ₹100 ഓൺ ഫസ്റ്റ് റീചാർജ് ട്രാൻസാക്ഷൻ ഓഫ് മിനിമം ₹1000. അതാണ് ബെനിഫിറ്റ് വരുന്നത്, ഫസ്റ്റ് ബെനിഫിറ്റ്. അഡീഷണൽ 1.5% ക്യാഷ് ബാക്ക് പെർ ₹100 ആസ് പേ ബാക്ക് പോയിന്റ്സ് ഓൺ ഓൾ യുവർ ഫ്യൂൽ പർച്ചേസസ് ത്രൂ HP Pay ആപ്പ്. അതാണ് നമ്മൾ HP Pay ആപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ ക്യാഷ് ബാക്ക് വരുന്നുണ്ട് 1.5%. അതൊക്കെയാണ് ഇതിൽ ലെറ്ററിൽ എഴുതിക്കുന്നത് കേട്ടോ. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി പേപ്പറാണ്, നമ്മളിത് കളയുന്നില്ല. പിന്നെ വന്നിരിക്കുന്നത് എന്താ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. അതും ഒരു നോർമൽ ഇതിൻ്റെ ഫുൾ എന്താ പറയുക ടേംസ് ആൻഡ് കണ്ടീഷനാണ്. നമ്മളിതിൻ്റെ ഫീസ് നമ്മളെന്തെങ്കിലും ഒരു എന്താ പറയുക ഇല്ലീഗലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് ടെർമിനേറ്റ് ചെയ്യാനുള്ള പോളിസീസ്, ലോസ് ഓർ മിസ്യൂസ് ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ബില്ലിങ്, എല്ലാ ഡീറ്റെയിൽസും നമുക്കിത് പറഞ്ഞിട്ടുണ്ട്. നമുക്കിത് അറിയാത്തവർക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം. ഇതെല്ലാം ക്രെഡിറ്റ് കാർഡിൻ്റെ ഇവിടെ കിട്ടുന്നതാണ്, ഇതിൻ്റെ കൂടെ മാത്രമല്ല. പിന്നെ നമുക്കിതിൻ്റെ ഒരു കോൺടാക്ട്ലെസ് NFC-യുടെ ഒരു പേപ്പർ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ കാർഡിൻ്റെ സൈഡിലായിട്ട് വൈഫൈ തലതിരിച്ചിട്ടുള്ള സിമ്പിൾ, അത് NFC ആണ്. അതായത് നമ്മുടെ RFID-യുടെ ഒരു ലേറ്റസ്റ്റ് വേർഷനാണ് NFC എന്ന് വെച്ചാൽ ഒരു ഫ്രീക്വൻസി വെച്ച് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ ആണ് NFC-യുടെ പേര്. അതറിയാത്തവർക്ക് നമ്മുടെ കാർഡ് ടാപ്പ് ചെയ്യുമ്പോൾ ടാപ്പ് ആൻഡ് പേ എന്ന് പറയുന്ന സംഭവം തന്നെ അത് ഇങ്ങനെ യൂസ് ചെയ്യേണ്ട അതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഒരു പേപ്പർ, അത് എല്ലാത്തിനും കൂടി തരുന്നതാണ്. പിന്നെ നമ്മുടെ മെയിൻ കാർഡ് തന്നിരിക്കുന്ന ലെറ്റർ, അതുപോലെ തന്നെ കാർഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് നമ്മുടെ പേരും ഡീറ്റെയിൽസും കാർഡ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല. ഞാൻ വേണമെങ്കിൽ താഴത്തെ ഭാഗം ഹൈഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാണ് കുഴപ്പം, ഇങ്ങനത്തെ സെക്ഷൻ 1. അതാണ് നമുക്ക് കാർഡ് വന്നിരിക്കുന്നത്. കണ്ടിട്ടില്ല ഡീറ്റെയിൽസൊക്കെ എന്താ പറയുക കറക്റ്റ് ബ്ലറായെന്ന് വിചാരിക്കുന്നുള്ളൂ. ബ്ലറല്ല, കറക്റ്റ് മാത്രമേ കാണുന്നുള്ളൂ എന്ന് വിചാരിക്കുന്നു. കാർഡ് കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ ക്വാളിറ്റി പ്രിൻറ്റിങ് ക്വാളിറ്റി അത്ര പോരാന്ന് ഞാൻ പറയുള്ളൂ. കാർഡ് നമ്പർ നമുക്ക് ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സപ്പോർട്ടിൻ്റെ ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ തന്നെ കോൾ ചെയ്യാനുള്ള അവരുടെ ടോൾ ഫ്രീ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് എങ്ങനെ നമുക്ക് സൈനപ്പ് ചെയ്യാം, ഇവരുടെ BOB ഫൈനാൻഷ്യൽ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യണം കേട്ടോ കാർഡ്. അതിനുശേഷം നമുക്ക് പിൻ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഞാൻ കാർഡ് തരാം. എന്തായാലും കാർഡിൻ്റെ ഫ്രണ്ടിൽ നമ്പറില്ല, അതുകൊണ്ട് കാർഡ് ഞാൻ കാണിച്ചു തരാം.
റൂപേ കാർഡാണ് ഇവരുടെ വരുന്നത്. അപ്പോൾ റൂപേ കാർഡിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് UPI ട്രാൻസാക്ഷൻ അപ്പോൾ എല്ലാ കാർഡിലും എനേബിളായിട്ട് വരുന്നുണ്ട്. അപ്പം ബാങ്ക് ഓഫ് ബറോഡയും റീസെൻ്റ്ലി ഇപ്പോൾ ഞാൻ അടുത്ത് തന്നെ എന്താ പറയുക UPIയിലേക്ക് നമ്മുടെ ഭീം ആപ്പ് ത്രൂ 𝗵𝘁𝘁 ആഡ് ആവും. ഇപ്പോൾ നമുക്ക് 3-4 ആപ്പ് ബാങ്കുകൾ ആഡ് ആയിട്ടുണ്ട്. മെയിൻലി എന്താ പറയുക ഗവൺമെൻറ് അല്ലെങ്കിൽ പബ്ലിക് ബാങ്ക്സുകളാണ് ആഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ BOB എന്തായാലും ഇപ്പോൾ ഈ അടുത്ത് തന്നെ ആഡ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ബെനിഫിറ്റ് എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്തിട്ടൊക്കെ നമുക്ക് കാർഡ് വഴി പേ ചെയ്യാൻ പറ്റും. അതാണ് നമുക്ക് UPI റൂപേ കാർഡ് എടുത്താനുള്ള ബെനിഫിറ്റ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ് കിട്ടുക. അതിൻ്റെ പ്രിൻറ്റിങ് ക്വാളിറ്റി കുഴപ്പമില്ല എന്ന് പറയാം. അതാണ് ഇതാണ് കാർഡ് വരുന്നത്. ഇതിൻ്റെ കാർഡ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ബാക്കിലാണ് വരുന്നത്. അപ്പോൾ കാർഡ് നിങ്ങൾ കണ്ടു വിചാരിക്കുന്നു. അപ്പോൾ കാർഡിൻ്റെ കളർ കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെ കൊള്ളാട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ബാങ്ക് ഓഫ് ബറോഡ എഴുതിയിട്ടുണ്ട്, എനർജിയ എന്ന് എഴുതിയിട്ടുണ്ട്, എൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, റൂപേ ക്രെഡിറ്റ് എഴുതിയിട്ടുണ്ട്, HPയുടെ ബ്രാൻഡിങ് മുകളിലുണ്ട്, NFC ബ്രാൻഡിങ് മുകളിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഒരു കാർഡിൻ്റെ ക്വാളിറ്റി കുഴപ്പമില്ല, പക്ഷേ കാർഡിൻ്റെ പ്രിൻറ്റിങ് അത്രയ്ക്ക് അങ്ങോട്ട് പോരാന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഒരു മാറ്റ് ഫിനിഷ് പോലെയാണ്. അപ്പോൾ ഫുള്ളി കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ എന്നാലും ഒരു പ്രിൻറ്റിങ്ങിൻ്റെ ഒരു ഇങ്ങനെ നമ്മുടെ പേര് എഴുതിക്കുന്നതും അതൊക്കെ എടുത്ത് കാണിക്കില്ല. അതിനൊക്കെ ഒരു മങ്ങലുണ്ട്. അത് ഇനി മാറ്റ് ഫിനിഷ് ആണോ ഇനി പ്രിൻറ്റിങ് ഒരു ഉദ്ദേശിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുപോലെയാണ് അവർ എഴുതിക്കുന്നത്. വന്നേക്കുന്നത് ഞാൻ കാണിച്ചു തരാം. കാർഡ് കാണാൻ കൊള്ളാട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാങ്ക് ഓഫ് ബറോഡയുടെ Hpcl എനർജിയ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ എന്തായാലും നമ്മളിത് ഇനി ആക്ടിവേറ്റ് ചെയ്യണം. ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ BOBയുടെ സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. നിങ്ങൾക്ക് അറിയായിരിക്കും BOBയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കാർഡ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടോ. അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അവരുടെ BOB കാർഡ് എന്ന് പറഞ്ഞാൽ ആപ്പിൽ കാർഡ് നമ്പർ കൊടുത്തിട്ട് വേണമെങ്കിൽ പിൻ ജനറേറ്റ് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എടുക്കാൻ OTP വേണം. അത് പ്രത്യേകിച്ച് ഞാൻ കാണിച്ചു തരണം വിചാരിക്കുന്നു. പിന്നെ അത് ഫൈനാൻഷ്യൽ സംഭവങ്ങളായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കാണിച്ചു തരുന്നില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഫുൾ കാർഡ് നമ്പർ അതിൽ അടിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഞാൻ അത് കാണിച്ചു തരാത്തട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും കൊടുക്കുന്നതാണ്. ഞാൻ അടുത്ത വീഡിയോ